ഹലോ ശ്ശേ, ആ ഇത് ആരൊക്കെയാ ഹലോ 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 ആരാണ് ഇത്? എന്താ? ഹലോ ദയവ് ചെയ്ത് നിങ്ങളൊന്നും മിണ്ടായിരിക്കും. ഇതെന്റെ ജീവിത മാർഗമാണ്. പ്ലീസ് എന്റെ ജോലി കളയരുത് പ്ലീസ്. അല്ല ഇത് ഫ്ലോർ ആണിത്, കോമഡി മസാല എന്ന് പറഞ്ഞൊരു അല്ല അല്ല അത് ഞാൻ സമ്മതിച്ചു. ഒന്ന് ഒരു മിനിറ്റ്. ഹലോ 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 ഇൻഫർമേഷൻ ഉണ്ട്. ആ പറഞ്ഞോ സാറേ പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് ഒരു 300 മീറ്റർ അകലെ മാറണം. കേട്ടില്ല. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് ഒരു 300 മീറ്റർ 300 മീറ്റർ അകലെ മാറണം. വലത്തോട്ടോ എടുത്തോട്ടോ? വലത്തോട്ട് ആ എന്നിട്ട് വലത്തോട്ട് പോകുമ്പോൾ അവിടുന്ന് ഒരു ഇൻഫർമേഷൻ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇൻഫർമേഷനാ? എന്താണ് സാറേ? അവിടെ ബിവറേജിൽ ആള് കുറവാണ്. ആ പോകെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഫുഡ് എടുക്കാം, വൈകിട്ട് പൊളിക്കാം. ആണോ? ആ അത് ശരി. ഇപ്പൊ തിരക്ക് കുറവാ? ഇപ്പൊ തിരക്ക് കുറവാണ്. ഓക്കെ ഓക്കെ ഞാൻ എടുത്തോണ്ട് വന്നോളാം. ഓവർ 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 അതല്ല, ഇന്നലെ അടിച്ച ഓവർ ആയതുപോലെ ഇന്നും അങ്ങനെ ഓവർ ആകരുതെന്നാ പറഞ്ഞത്. ഓവർ ഇത് ശരിക്കുള്ള ഓവറാണ്. ഓക്കെ ഓക്കെ സാറേ ഞാൻ എടുത്തോണ്ട് വരാം. KL 3110 ആരുടെ വണ്ടിയാണ്? നിന്റെ അല്ലേടാ? എന്റെ വണ്ടിയാണ്. നിങ്ങളുടെ വണ്ടിയാ? അതെ അതെ. ഒന്ന് സ്റ്റേഷൻ വരെ വരണം. എന്താ പ്രശ്നം? ഇല്ല ഒന്ന് സ്റ്റേഷൻ വരെ വരണം. എന്താ സാർ? അല്ല ഞാനത് അവിടെ വന്നിട്ട് പറഞ്ഞുതരാം. അയ്യോ എന്നാലും പിന്നെ നമുക്ക് അറിയണം എന്താണ്, എന്തെങ്കിലും കുഴപ്പമാണ് സാർ? അല്ല ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാനൊരു വണ്ടിയെ ചേസ് ചെയ്താണ് ഇവിടെ വരെ വന്നത്. ഓ ഇവിടെ വന്നപ്പോ എന്റെ വണ്ടി പഞ്ചറായി പോയി. എന്നെ ഒന്ന് സ്റ്റേഷൻ വരെ ഒന്ന് ആക്കി ഹെൽപ്പ് ഒന്ന് ഡ്രോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാണ്. അത് ചെയ്യാം, അത് ചെയ്യാം. ആണോ? കുഴപ്പമില്ല. അപ്പൊ അത് പറ സാർ, ട്രാഫിക് പോലീസ് ആണല്ലേ? പിന്നെ നിങ്ങളെന്താണ് വിചാരിച്ചത് ഞാൻ എയർ ഇന്ത്യയുടെ പൈലറ്റാണ്? അല്ല അത് സാറിപ്പോ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? പെറ്റി കൊണ്ടുവന്നാ? പെറ്റി കൊണ്ടുവന്നോ? പറയാൻ പോയത് എന്നിട്ട് പെറ്റിട്ട് വീട്ടിൽ കൊണ്ടുപോയോ കൊച്ചിനെ കൊണ്ട്? എല്ലാരും ഒന്ന് തിരിച്ചേരാ. ഭയങ്കര കോമഡി. പെറ്റി കൊണ്ടുവന്നല്ല പറഞ്ഞത്, പിന്നെ പെറ്റിയും കൊണ്ട് വന്നാണെന്നാണ് പറഞ്ഞത്. ആ ശരിക്കിതേക്ക് ആർക്ക് പറ്റി? ഇതിപ്പോ ആരെങ്കിലും നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും പരിപാടി കാണിച്ചാൽ എനിക്ക് പെറ്റി കൊടുക്കാമല്ലോ. ട്രാഫിക് റൂൾസ് തെറ്റിച്ചാൽ ഞാൻ പെറ്റി കൊടുത്തിരിക്കും. വെരി ഗുഡ് വെരി ഗുഡ്. എന്തായാലും സാർ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഈ ഗതാഗത നിയമങ്ങളെ കുറിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന ഓഡിയൻസിന് ഒരു ചെറിയ ക്ലാസ്, ഒരു 2 വാക്ക് സാർ സംസാരിക്കണം. അത് നല്ലൊരു കാര്യമാണ്. ഇപ്പൊ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് ഇപ്പൊ പറഞ്ഞു കഴിയുമ്പോ അവർക്കൊരു നന്നാകാൻ പറ്റുന്നെങ്കിൽ നന്നായിക്കോട്ടെ. അതായത് എനിക്ക് ആദ്യം പറയാനുള്ളത്, വാഹനം ഓടിക്കുമ്പോൾ പാന്റ് ഇട്ടില്ലേലും ബെൽറ്റ് ഇടണം. എന്നാ പരിപാടി? പാന്റ് ഇടാതെ ഒരു മനുഷ്യനെ എങ്ങനെ ബെൽറ്റ് ഇടാൻ പറ്റും? ഇയാളെ കുരുക്കി കുത്തിക്കയറ്റുന്ന ബെൽറ്റിന്റെ കാര്യമല്ല പറഞ്ഞത്, നെഞ്ചത്തോട് ഇങ്ങനെ ക്രോസ് ഇടുന്ന ബെൽറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഭയങ്കര എന്താണ്, ഞാൻ ഭയങ്കര പലിശക്കാരൻ. അതല്ലല്ലോ സർക്കസുകാരന് അല്ലെന്ന്, ഞാൻ ഭയങ്കര പലിശക്കാരനാണ്. നമ്മൾ ഇതിന് പറയുമല്ലോ, എന്തെന്ന് ഒരു കൃത്യനിഷ്ഠ കാണിക്കുന്നതിന് ഒരു പറയല്ലോ, കർക്കശക്കാരൻ. ഞാൻ ഭയങ്കര കർക്കശക്കാരൻ. ശർക്കരക്കാരനല്ല, കർക്കശക്കാരനാണ്. എന്തായാലും ആയിക്കോട്ടെ, ഞാൻ ആ ഒരു കാരനാണ്. അപ്പൊ ഞാനൊരു ദിവസം ഇങ്ങനെ ഡ്യൂട്ടി ചെയ്തോണ്ടിരിക്കുമ്പോ ഒരുത്തൻ ഞെളിഞ്ഞു വരികയാണ്, സീറ്റ് ബെൽറ്റ് ഒന്നും ഇടാതെ. കൈനാട്ടി തടഞ്ഞു നിർത്തി. ഞാൻ ഇറങ്ങണമെന്ന് പറഞ്ഞു. ഒത്തിരി പിടിച്ച് വെളിയിൽ ഇറങ്ങിട്ട്, എന്താണ് നീ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തെന്ന് ചോദിച്ചപ്പോ അവനോട് പറയാ, എനിക്ക് അതിന്റെ ആവശ്യമില്ല സാർ. അതെന്താ അങ്ങനെ പറഞ്ഞു? എനിക്ക് ധരിക്കേണ്ട കാര്യമില്ല സാർ. എന്താണ് കാര്യം? അവൻ ബ്ലാക്ക് ബെൽറ്റ് ആണ്. അല്ലല്ല സാറ് ഭയങ്കര സർക്കസുകാരനല്ലേ? അതെ, എന്താണ് കർക്കശക്കാരൻ? അതെ അതെ അതല്ലേ. എന്താ ചോദിക്കാൻ അവനോട് ചോദിക്കണ്ടെന്നില്ല സാറ്? അതെ, മുട്ടയെന്ന് വിരിയാത്ത 3 കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട്. ബ്ലാക്ക് ബെൽറ്റിനോടൊക്കെ എന്റെ കർക്കശം കാണിച്ചാലേ അതൊന്നും വേണ്ട. സാധാരണക്കാർ ചില ആൾക്കാരുടെ ഞാൻ കണ്ണടച്ചങ്ങ് വിടും. താടിയുള്ളപ്പനെ പേടിയുണ്ട്. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇത് കലാകാരന്മാരുടെ ഒരു വേദിയാണ്. കലാകാരന്മാരോട് സാറിന് എന്താ പറയാനുള്ളത്? നിങ്ങൾ ഈ വാഹനം ഓടിക്കുമ്പോൾ മദ്യപിച്ചോ, പക്ഷെ അത് കേരളത്തിൽ പറ്റില്ല, മറ്റ് സംസ്ഥാനങ്ങളിലായിക്കോ. കേരളത്തിൽ അത് നടപ്പില്ല. അങ്ങനെ ഞാൻ ഭയങ്കര കർക്കശക്കാരനാണ്. ഇവിടുത്തെ നിയമങ്ങളും അങ്ങനല്ലേ? എന്നായിരിക്കും നിങ്ങളുടെ വിചാരം. എടോ മണ്ടന്മാരെ, കേരളത്തിലെ റോഡ് മൊത്തം കട്ടറല്ലേ? ഒരു തുള്ളി സാധനം അകത്തില്ലോ ഇങ്ങനെ കുലുങ്ങി ഇങ്ങനെ കുടിക്കുമ്പോ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ നിങ്ങളെ പൈസ കളയണ്ട. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തന്നത്.
കേരളത്തിൽ കുടിക്കണ്ട, വേറെ എവിടെയെങ്കിലും പോയി കുടിച്ചോ. ശരി, ജാം ഒരുപാട് കൂടുതലുണ്ടാകുമ്പോ എന്താ ചെയ്യാറ്? ജാമോണ് ഒരുപാട് ഉണ്ടാകുമ്പോൾ ഞാൻ ഒറ്റ ഓട്ടത്തിന് പോയി ഒരു കവർ ബ്രെഡ് മേടിക്കും, എന്നിട്ട് ഏതെങ്കിലും കടത്തണയ്ക്ക് പോയാലും തേച്ചിട്ട് മാക്കടിക്കും. ട്രാഫിക് ജാം കൂടുതൽ ഉണ്ടാകുമ്പോൾ കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്? ഈ ട്രാഫിക് ജാം ഉണ്ടാകുകയല്ലോ, ഞങ്ങൾ ഉണ്ടാക്കുകയല്ലേ. ആ, അതറിയത്തില്ല. എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ ഈ സിഗ്നൽ ലൈറ്റ് ഉള്ള ജംഗ്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ നമ്മൾ വാഹനം ഓടിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ബ്ലോക്ക് അവിടെ വരാറുണ്ടോ? ഇല്ല. ഇത് ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ കിടന്ന് തിരുവാതിര കളിക്കുമ്പോഴല്ലേ ഈ ബ്ലോക്കുകളെല്ലാം ഉണ്ടാകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ജാം ഉണ്ടാകുകയല്ലോ, ജാം ഉണ്ടാക്കുകയല്ലേ. അപ്പൊ അങ്ങനെ ബ്ലോക്ക് വരുമ്പോഴാണ് ഞാൻ അവിടെ തലയും വലിച്ചോണ്ട് പോയി ഈ ബ്രെഡും ജാമും മേടിച്ചോണ്ട് കടത്തിലേക്ക് മാറി ഞാൻ തിന്നും, ബ്ലോക്കും മാറും. സീബ്ര ലൈൻ ഇടൂല്ലോ നമ്മള് റോഡില്, എന്തിനാ ഈ സീബ്ര ലൈൻ ഇടുന്നത്? റോഡിൽ സീബ്ര ലൈൻ എന്തിനാ ഇടുന്നത്? പിന്നെ എന്റെ നെഞ്ചത്തിടാൻ പറ്റുമോ? അത് റോഡിൽ സാധനം റോഡിലല്ലേ ഇടണ്ടേ പക്ഷേ, അല്ലേ? അല്ലാതെ എന്തിനാണെന്നാ ചോദിച്ചത്, സീബ്ര ലൈൻ ഇടണ എന്തിനാണത്? അതെന്തിനാണെന്ന് അത് പറഞ്ഞു തരാം. അതായത് നമ്മൾ ഈ കാട്ടിൽ ആനകൾ നാട്ടിലേക്ക് വരില്ലേ, കാട്ടിൽ നിന്ന് പുലികൾ നാട്ടിലേക്ക് ഇറങ്ങാറുണ്ട്. അതുപോലെ സീബ്രകൾ വരുവാണെങ്കിൽ നാട്ടിലേക്ക് വരാനുള്ള അതിന്റെ ഒരു വഴിയാണ്. എന്റെ ബുദ്ധിമാനെ, അതാണ്. ചോദിക്കട്ടെ, ഈ നാട്ടുകാര് വെള്ളം അടിച്ചു കഴിഞ്ഞാല് പോലീസ് പിടിക്കും. നിങ്ങൾ പോലീസുകാര് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ആര് പിടിക്കും? ഞങ്ങൾ വെള്ളം അടിച്ച ആര് പിടിക്കും? ഞങ്ങളെ പോലീസ് പിടിക്കില്ല. എന്താ? പക്ഷേ ഏത് സാധനം അടിച്ചിട്ട് ഞാൻ വീട്ടിൽ ചെന്ന അവൾ എന്നെ പൊക്കും. അവള് പോലീസ് പിടിക്കത്തില്ല. അതെന്താ അങ്ങനെ? നമ്മള് മണമില്ലാത്ത സാധനം അടിച്ചിട്ട് എന്നാലും വിളി പിടിക്കും. ഇതെങ്ങനെ പിടിക്കുന്നു? ഇതെങ്ങനെ പിടിക്കുന്നതാണ് എനിക്കിത് പിടി കിട്ടാത്തത്. എന്തായാലും സാറിന് ഈ ജോലി കിട്ടുന്ന സമയത്ത് സാറിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്തായിരുന്നു? എനിക്ക് ഈ ജോലി കിട്ടുമ്പോൾ എനിക്കൊരു ഒറ്റ പ്രാർത്ഥനയുള്ളായിരുന്നു, എന്റെ നാട്ടിൽ എനിക്ക് ഇത് ഡ്യൂട്ടി കിട്ടരുതെന്ന്. എന്റെ നാട്ടിൽ അപ്പോയിന്റ്മെന്റ് കിട്ടരുതെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. നമ്മുടെ ആഗ്രഹം നമ്മൾ ഒരു ജോലി കിട്ടുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മളെ സുഹൃത്തുക്കളെ കാണാം, നമ്മുടെ അയൽക്കാരെ കാണാം, നമുക്ക് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാം. അത് തന്നെയാണ് പ്രശ്നം. എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ഈ സിഗ്നലിന്റെ അവിടെ നിന്നുകൊണ്ട്, ഈ ട്രാഫിക്കിന്റെ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സുഹൃത്തുക്കൾ ആരെങ്കിലും കാണും, ആ അളിയാ, കാരണം ഞാനും തിരിച്ച് ആ അളിയാന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ഫ്രണ്ടിൽ ഒരു 50 വണ്ടി ബ്ലോക്കായി കിടക്കും. തലവേദനയാണ്. ഇങ്ങനെയാണ് ബ്ലോക്കുകൾ ഉണ്ടാകുന്നത് ഭൂരിഭാഗവും. ഹലോ, ഇങ്ങേർക്ക് കഫക്കെട്ടെങ്ങാണ്ടാന്ന് തോന്നുന്നു. കണ്ടംകുളത്തി ഏലാതി തൈലം നല്ലതാ. ഹലോ സാർ. കിട്ടിയോ? അയ്യോ, ഞാൻ ഇവിടെ സംസാരിച്ച് ഇന്ന് പോകാൻ പറ്റിയില്ല സാർ, മറന്നുപോയി. ഓടാ പപ്പ 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 അല്ല, എന്ത് കുറെ നേരമായിട്ട് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇല്ലല്ല. 25 വർഷമായി ഞാൻ സർവീസിൽ കയറിയിട്ട് എനിക്കിതുവരെ മനസ്സിലായ. പിന്നെ